IPL-ൽ മൂന്നാം കിരീടം ചൂടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 8 വിക്കറ്റിന്റെ വിജയമാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത്. ഹൈദരാബാദ് ഉയർത്തിയ 114 റൺസ് എന്ന വിജയലക്ഷ്യം 10.3 ഓവറിലാണ് കൊൽക്കത്ത മറികടന്നത്. 2 വിക്കറ്റുമായി കളം നിറഞ്ഞ മിച്ചൽ സ്റ്റാർക്കാണ് കളിയിലെ താരം. മൂന്നാം തവണയും IPL കിരീടമുയർത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിനാണ് കൊൽക്കത്ത തകർത്തത്. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഹൈദരാബാദിന് 114 റൺസ് വിജയലക്ഷ്യം മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനായത്. 18.3 ഓവറിൽ ഹൈദരാബാദ് നിരയിലെ എല്ലാവരും കൂടാരം കയറി. മറുപടി ബാറ്റിംഗിൽ കൊൽക്കത്ത 10.3 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഹൈദരാബാദിന്റെ തുടക്കം മുതൽ പതറിക്കളിച്ച ഹൈദരാബാദിന്റെ സ്കോർ 100 കടത്തിയത് നായകൻ പാറ്റ് കമ്മിൻസിന്റെ ഇന്നിംഗ്സാണ്. 3 വിക്കറ്റുമായി ആന്ദ്രെ റസലും 2 വിക്കറ്റുമായി മിച്ചൽ സ്റ്റാർക്കും ഹർഷിത് റാനയും കളം നിറഞ്ഞപ്പോൾ ഹൈദരാബാദിന് പിടിച്ചു നിൽക്കാനായില്ല. മറുപടി ബാറ്റിംഗിൽ തുടക്കം സുനിൽ നരേനെ നഷ്ടമായെങ്കിലും വെങ്കിടേഷ് അയ്യരുമായി ചേർന്ന് ഗുർബാസ് പടുത്തുയർത്തിയത് 91 റൺസിന്റെ കൂട്ടുകെട്ടാണ്. 37 റൺസ് എടുത്ത് ഗുർബാസ് പുറത്തായെങ്കിലും അർദ്ധ സെഞ്ചുറിയുമായി വെങ്കിടേഷ് അയ്യർ കൊൽക്കത്തയെ വിജയത്തിലെത്തിച്ചു. കൊൽക്കത്തയുടെ മൂന്നാം കിരീട നേട്ടമാണിത്. 2012-2014 സീസണുകളിലാണ് കൊൽക്കത്ത ഇതിനു മുമ്പ് IPL കിരീടം സ്വന്തമാക്കിയത്. അന്ന് ടീമിന്റെ നായകനായിരുന്ന ഗൗതം ഗംഭീർ ഇന്ന് ടീമിന്റെ മെന്ററാണ് എന്നുള്ളതാണ് കിരീട നേട്ടത്തിന്റെ മധുരം ഇരട്ടിയാക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ജനം.